അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ വിശേഷങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. രാവിലെ തന്നെ നമ്മുടെ വിറകിന്റെ പരിപാടി കേട്ടോ. അപ്പൊ നമ്മുടെ വിറകൊന്നും കൊണ്ടുവച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഇതാക്കുന്ന പെട്ടെന്ന് വേഗം പണിയൊക്കെ തീർക്കാന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമ്മൾ അടുക്കളപ്പണി തന്നെ നമ്മളെ പെട്ടെന്ന് തീർത്താൽ ഒരുവിധം പണിയൊക്കെ തീർന്നത് പോലെ ആയിട്ട് നമുക്ക് തോന്നാം. അതുകൊണ്ട് തന്നെ വേഗം അടുക്കളയത്തെ ചോറും കറിയൊക്കെ രാവിലെ തന്നെ വെക്കാലോന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ നോക്കുമ്പോൾ നമ്മളെ ചേകിലൊന്നും ഒരു തുള്ളി വിറകില്ലായിരുന്നു കേട്ടോ. അപ്പൊ കുറച്ച് വിറക് വേഗം എടുത്തു വെച്ചാട്ടോ. അപ്പൊ നമ്മൾ ഇതാക്കുന്ന ഇന്ന് നന്നായിട്ട് മഴ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ അല്ല പുലർച്ചയ്ക്ക് തുടങ്ങിയ മഴയാണ്. അപ്പൊ ഇതാക്കുന്ന പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പൊ ഇതാക്കുന്ന മഴയൊക്കെ ഏകദേശം ഒന്ന് ചോർച്ചയുണ്ട്. അപ്പൊ ചോർച്ചയിലൊന്ന് കുറവുണ്ട്. അപ്പൊ വിറകെടുക്കാൻ ഇറങ്ങിയാട്ടോ. പിന്നെ നമ്മളെ കോഴികളൊന്നും തുറന്നിട്ടില്ല. രാവിലെ തന്നെ ഇപ്പൊ അത്യാവശ്യം കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നാട്ടോ. പിന്നെ നമ്മളെ പുറത്തേക്കൊക്കെ അയച്ചു വിടുമ്പോ കോഴികളെ മഴയത്ത് അയച്ചു വിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പൊ ഇനിയിപ്പോ കോയിനൊക്കെ തുറക്കണം. അപ്പൊ ഇനി ചെറിയൊരു നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കൂടി ആവാലോന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമ്മളെ വിറക് ഇത് നമ്മുടെ ചേട്ടോ. നമ്മള് വിറകൊക്കെ വെക്കാൻ വേണ്ടി പെട്ടെന്ന് നമ്മളെ തീയൊക്കെ പിടിക്കും കേട്ടോ. ഇതൊന്നും കാണിക്കണ്ട. സൗകര്യങ്ങളൊക്കെ പറ്റിയ കുറവ് തന്നെയാട്ടോ നമ്മളെ വീട്ടില്. അപ്പൊ ചെറിയൊരു വീടാട്ടോ. അപ്പൊ നമ്മളിവിടെ ഇപ്പൊ തൽക്കാലം നിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിക്കാട്ടോ. നമ്മളെ വീട് പണിയൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് വീട് പണിയൊക്കെ ഏകദേശം നാന്ന് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ നിക്കണം. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ള അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ വിശേഷങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. നമുക്കിവിടെ ഇപ്പൊ അത്യാവശ്യം നല്ലോണം വിറക് കിട്ടാണ്ട് കേട്ടോ. വിറക് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടിന്റെ അടിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാട്ടോ. ഇപ്പൊ നല്ല മഴയല്ലേ, സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പിന്നെ പൊതുവെ എനിക്ക് വിറകെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിട്ട്. വിറക് എവിടെ കണ്ടാലും ഞാനത് എടുക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് ഒരുപാട് വിറകുണ്ട് കേട്ടോ. അവിടെ ഇന്നലെ വൈകുന്നേരം പോയിട്ട് നമ്മൾ കുറെ വിറക് ഞാനും മേശനും കൂടി വെട്ടിക്കൊണ്ടു കേട്ടോ. നമ്മളെ കോഴിക്ക് ഇതാക്കുന്ന ഫുഡ് കൊടുക്കാൻ വേണം. അപ്പൊ രാവിലെ ഇന്നലത്തെ കുറച്ച് ചോറും കറിയൊക്കെ ബാക്കിണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് തവിടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിനി ചോറും കറിയൊക്കെ ഒരുമിച്ച് ആയിട്ട് വെക്കും കേട്ടോ. ഇനി രാത്രിത്തേയും കൂടി ഉള്ളത് ഒരുമിച്ച് വെക്കാണ് ചെയ്യുന്നത്. മഴ ആയതുകൊണ്ട് ബാക്കിയുള്ള ഒന്നും നമ്മൾ കഴിക്കുന്നില്ല. എന്ന് വെച്ചാൽ ബാക്കിയുള്ള ചോറൊന്നും ഒരുപാടൊന്നും ബാക്കി ഉണ്ടാവില്ല, കുറച്ചൊക്കെ ബാക്കി ഉണ്ടാവും. പിന്നെ നമ്മൾ രാവിലെ കുറച്ച് കോഴിക്കൊക്കെ കൊടുക്കും. നമ്മൾ കുറച്ച് ആ തീറ്റയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് ചോറായതുകൊണ്ടാട്ടോ. അപ്പൊ ഇതാക്കുന്ന രാവിലെ എന്തായാലും കുറച്ച് വേസ്റ്റൊക്കെ എന്തായാലും ഇച്ചിരിയൊക്കെ എന്തായാലും നമ്മളെ വീടുകളിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അത് കൊടുക്കും. പിന്നെ കുറച്ചു നേരം അവര് അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഒന്ന് പാടത്തും പറമ്പിലൊക്കെ പോയി ഒന്ന് പുല്ലൊക്കെ തിന്ന് ചെനക്കൊക്കെ തിന്നും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീടിന്റെ അടുക്കള ഭാഗത്തേക്ക് വരും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മള് ഇവിടെ ഈ ഒരു ബോക്സിന്റെ അതായത് ഫ്രിഡ്ജിന്റെ ഒരു ഡോറാണ്. അപ്പൊ അതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. അതാകുമ്പോ പിന്നെ നിലത്തൊന്നും ഇട്ട് ചളിയൊന്നും ആവില്ലല്ലോ. അപ്പൊ ഇതാക്കുന്നത് ഇതിലിട്ട് കൊടുത്താൽ പിന്നെ അതിലുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് അവരിങ്ങനെ കൊത്തി കഴിച്ചോളും. അതെ, നമ്മളെ കോഴികളൊക്കെ ഇതാക്കുന്ന ആകെ ഒച്ചയും ബഹളമായിട്ട് നിൽക്കുക കേട്ടോ. എന്താ വെച്ചാല് കുറച്ച് നേരക്കുന്ന അപ്പൊ ഇതാ കൂട് തുറന്നപ്പോ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയായിട്ടൊരു മുട്ട. പിന്നെ നമുക്ക് ഇന്നലെ ഒച്ചയുണ്ട് അവിടെ, ഇറ്റാച്ചി ഉണ്ട് കേട്ടോ. അവിടെ മേളിലൊക്കെ എന്തൊക്കെയോ പണി നടക്കണം. അപ്പൊ അതിന്റെ ഒരു ശബ്ദം ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ ഇന്നലെ സത്യമാണെങ്കിൽ ഇന്നൊരു വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ച തന്നെ ഇന്നലെ ഇവിടെ ഇപ്പൊ പൊതുവേ നമ്മുടെ കോഴികളൊക്കെ അയച്ചു വിട്ട വളർത്തുന്നത്. നമ്മുടെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കത്തിനെയും നമ്മൾ അയച്ചിട്ട വളർത്തുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീട്ടിലൊക്കെ നമ്മുടെ വീടിന്റെ പരിസരം മൊത്തം കാടാണെന്നല്ലോ. അപ്പൊ മഴ പെയ്തതിനെക്കൊണ്ട് നന്നായിട്ട് കാടുണ്ട് കേട്ടോ. ഇന്നലെ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രദ്ധിക്കും, നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ പറ്റ കുറവാണ്, എണ്ണങ്ങൾ കുറയുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അയച്ചിട്ട് വളർത്തരാം, എന്തെങ്കിലും പിടിച്ചു കൊണ്ടുപോകായിരിക്കും വെച്ച്. സംഭവം ഇന്നലെയാണ് കണ്ടത്. ഇന്നലെ നല്ലൊരു നമ്മുടെ തൊട്ട് താഴെ പറമ്പിൽ അവിടെ ഫുള്ള് കാടാട്ടോ. അവിടെ നിന്ന് ഇന്നലെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ കോഴിക്കുഞ്ഞിന്റെ ഒച്ച കേട്ടിട്ടാണ് നോക്കുന്നത്. അന്നപ്പോഴുണ്ട് ഞാൻ വിചാരിച്ചു നമ്മളെ മീന് കുളത്തുനിന്ന് ചാടിപ്പോയി എന്ന് പറഞ്ഞല്ലോ.
അപ്പൊ മീനാന്ന് വിചാരിച്ച് ഞാൻ നമ്മളെ തൊട്ട് താഴത്തെ പറമ്പ് തന്നെയാ. ഞാൻ ജസ്റ്റ് ഒന്ന് ദൂരത്ത് നോക്കിയിട്ട് എനിക്ക് അത്ര ക്ലിയർ ആവുന്നില്ല. അടുത്ത് പോയി നോക്കുമ്പോഴാണ് നമ്മളെ കോഴിക്കുഞ്ഞിനെ പാമ്പ്. അപ്പൊ എന്താ സംഭവം എന്ന് കണ്ടില്ല. എന്തായാലും നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്, പെരുമ്പാമ്പ് തന്നെ ആയിരിക്കും. അപ്പൊ താഴത്തൊക്കെ ഫുള്ളും കാട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കോഴിക്കുഞ്ഞിനെ കോഴികളൊക്കെ തുറന്നു വിടാൻ തന്നെ ഇപ്പൊ പേടിയാകാൻ തുടങ്ങി. കുറെ കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് മിസ്സിങ് ആട്ടോ ഇവിടെ. വലിയ കോഴികളല്ല, ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ കുറെ കോഴിക്കുഞ്ഞുങ്ങളെ നല്ലതുപോലെ നമുക്ക് കാണുന്നില്ല. ഇപ്പൊ ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ മിസ്സായി നമുക്ക്. അപ്പൊ നമ്മളിനിയിപ്പോ നമ്മളെ കൂടിന്റെ സൈഡിൽ കൂടെ ഒന്ന് വല ഇടണം എന്നൊരു ഇത് പ്ലാനിങ് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും അതൊരു പണിയാണ്. അപ്പൊ കുറച്ച് ഇതിന് മുമ്പ് നമ്മൾ വേക്കിലിട്ടിരുന്നത്. ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് അവിടെ നിൽക്കാൻ ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാട്ടോ. ഇനി നമ്മൾ കൂടിന്റെ ചുറ്റി നമുക്കൊരു വല ഇങ്ങനെ ഇടണം എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് മനുഷ്യന്. അപ്പൊ ഇന്നലെയാണ് ഇപ്പൊ സംഭവം മനസ്സിലാവുന്നത്. ഇവിടെ ഇപ്പൊ നായും അതേപോലെ ഓന്തോറ്റി, കുറുക്കന്, ഉടുമ്പ് എല്ലാത്തിന്റെ ശല്യം ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ ഇപ്പൊ കുറവാണ് നമ്മളെ കയ്യിൽ. ഇപ്പൊ ഒക്കത്തിനെ നമ്മൾ എന്താ പറയാ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചേ ഉള്ളൂ കേട്ടോ നമ്മളെ അടുത്ത്. ഇപ്പൊ നല്ല പെരുമ്പാമ്പുണ്ട്. അപ്പൊ ഇനിയിപ്പോ കാടൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു ടെൻഷൻ രാവിലെ തന്നെ ടെൻഷൻ. ഇന്നലെ കോഴിക്കുഞ്ഞിനൊരു 4 മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിനാട്ടോ ഇന്നലെ ഞെരുക്കിക്കാണ്. അത് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ശരീരം കൊണ്ട് ഇങ്ങനെ ഞെരുക്കി ഇങ്ങനെ കൊല്ലില്ലേ. അപ്പൊ ഞാൻ ശരിക്കും സത്യം പറഞ്ഞത് അത് കണ്ടതിന് ശേഷം ഭയങ്കര പേടിയായി. നമ്മളെ കോഴികളൊക്കെ തുറന്നു വിടാൻ. പക്ഷെ ഇവരെ അയച്ചു വിടാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പൊ ഇതാക്കുന്ന അങ്ങനെയാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ മഴയല്ലേ, നമ്മുടെ വെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇപ്പൊ ഒന്നിനും പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ കൂടിന് ചുറ്റിയെങ്കിലും നമുക്ക് അങ്ങനെ ഒന്ന് കവർ ചെയ്ത് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനിപ്പോ നമ്മളെ മുറ്റത്തുനിന്ന് താഴത്തെ ഒരു ചെറിയൊരു താഴത്തേക്കായിട്ട് ഇറങ്ങി നിൽക്കുന്നേ. അപ്പൊ ഇതാക്കുന്ന ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒന്ന് കാണിച്ചെടുക്കോളെ. ഇവിടെ കണ്ടില്ലേ, ഇവിടെയായിരുന്നു കേട്ടോ ഇന്നലെ. വീടിന്റെ തൊട്ട് താഴത്ത് തന്നെയാണ്. അതാ നമ്മുടെ ഇവിടെ തന്നെയാട്ടോ നമ്മുടെ അത്യാവശ്യം നല്ല കാടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കാടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതാ ഇവിടെ കാണിച്ചിട്ട് ഇവിടെയൊക്കെ നല്ലതുപോലെ ഒരു മഞ്ഞ പൂണ്ടാകുന്ന ചെടിയില്ലേ, അത് നന്നായി പടർന്നിരിക്കുക കേട്ടോ. ഫുള്ള് ഇവിടെയൊക്കെ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്ന ഫുള്ള് കാടാട്ടോ. ഭാഗം പിന്നെ നമ്മുടെ വീടിന് വേക്ക് ഭാഗം ഒരു വീടിന്റെ ഒരു പരിസരം കഴിഞ്ഞ് ബാക്കി ഫുള്ളും കാടാണ്. അപ്പൊ ഇത് മനുഷ്യനെ വെട്ടണം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നോക്കട്ടെ. നമ്മൾ താഴത്തേക്കൊന്നും പോയില്ല. പക്ഷെ അവിടെ നന്നായിട്ട് സംഭവങ്ങൾ ജന്തുക്കളൊക്കെ ഉണ്ടാവും. എന്തായാലും പട്ടിയാണ്, പിന്നെ എന്താ പറയാ, ഉടുമ്പാണെങ്കിലൊക്കെ നന്നായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇതാക്കുന്ന കൊണ്ടോ അവിടെ ഫുള്ള് കാടാട്ടോ. അവിടെയൊക്കെ ഫുള്ള് കാടാട്ടോ. പിന്നെ ഇത് വീടിന്റെ വേക്ക് ഭാഗാട്ടോ. ഇത് കണ്ടില്ലേ, വീടിന്റെ ബേക്ക് ഭാഗം. അതേപോലെ തന്നെ നമ്മുടെ അടുക്കളന്റെ തൊട്ടിപ്പുറത്തുള്ള ഭാഗാട്ടോ. നന്നായിട്ട് പിന്നെ കാടാട്ടോ. മുകളിലേക്കൊന്ന് കാണിച്ചെടുക്കും മോളെ. കണ്ടില്ലേ, അവിടെയൊക്കെ ഫുള്ള് കാടാണ്. അപ്പൊ ഭയങ്കര റിസ്ക് ആട്ടോ നമ്മൾ ഈ അയച്ചു വിട്ട് വളർത്തുന്നത്. കേട്ടോ, ഫുള്ള് കാടാണ്. ഇവിടെ ഇഷ്ടം പോലെ പപ്പായ കിട്ടാണ്ട് കേട്ടോ. കാടാണ് മൊത്തം. വെട്ടി ഇതാക്കാൻ പറ്റില്ല. അപ്പൊ ഞാനും മനുഷ്യനും കൂടി ഒരു ദിവസം മെനക്കേട്ടിരുന്നിട്ട് നമുക്ക് കാടൊക്കെ വെട്ടാന്ന് പറയുന്നുണ്ട്. ഇതുണ്ടല്ലേ, നന്നായിട്ട് കർമൂസ ഉണ്ട് കേട്ടോ. കർമൂസ അല്ല, നമ്മളെ പപ്പായ എന്നൊക്കെ പറയും കേട്ടോ. നന്നായിട്ട് പപ്പായ ഉണ്ട്. ഒക്കെ വന്ന് നോക്കും ഇവിടെ എന്തോ. കാടാണ്, കാട്. കിട്ടി, പക്ഷെ വീണിട്ട് അത് ഇങ്ങനെ ചതുങ്ങിപ്പോയി. നമ്മളെ പപ്പായ അവിടേക്ക് തെറിച്ചു പോയി. ആകെ ഒരു ചെറുതാ കിട്ടിയത്, 3 എണ്ണം. അതിൽ 2 എണ്ണം കട്ടിയത്, 1 ചിക്കുടി കട്ടണം. കഴിച്ചോക്കല്ലേ, അടിപൊളി ടേസ്റ്റ് കേട്ടോ. ചക്കര ഇങ്ങനെ നുണക്കിയാണ്. നല്ല ചെറുതാണെങ്കിലും നല്ല മധുരം കേട്ടോ. ഇത് ഒരുപാട് പൈത്തില്ല, വേറെ നോട് കേട്ടോ. മധുരല്ല. പിന്നെ ഒരു പപ്പായ ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട് നമ്മളെ കോഴികൾ കൊടുക്കാൻ വേണ്ടി കേട്ടോ. കുറച്ച് ഇപ്പൊ തീറ്റ കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് നമുക്ക് തീറ്റയിൽ മിക്സ് ആയി കൊടുക്കാന്ന് വിചാരിച്ചു.
ബാ ബാ ആറ് മൂടി നിൽക്കുന്നുണ്ട്. പിന്നെ അതുമല്ല നമ്മുടെ അവിടെ നോക്കിയാൽ നമ്മുടെ വയനാട് ചുരം കറക്റ്റായിട്ട് നമുക്ക് രാത്രി സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തേക്ക് രാത്രി സമയത്ത് നന്നായി ഇപ്പൊ മഴക്കാറൊക്കെ മൂടിയിട്ട് ഇരുണ്ട് മൂടി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ആ ഭാഗത്തേക്ക്. രാവിലെയും കാണല്ലേ? അതെ. ഉച്ചത്തേക്കുള്ള ഫുഡാട്ടോ ഇത് നമ്മുടെ മുരിങ്ങേൻ്റെ ഇല ഉപ്പേരി വെച്ചതാട്ടോ. പിന്നെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു, നമ്മൾ തലേന്ന് വെച്ചാട്ടോ. അപ്പോൾ അത് തലേന്ന് കൂട്ടാനായിട്ട് രസം, നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല മീൻകറിയല്ലേ. അപ്പോൾ അത് ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിക്കാനുള്ള, അപ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും കാണിക്കാതിരുന്നത്. അപ്പോൾ ഇതാക്കുന്ന ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്ക്. അങ്ങനത്തെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളെ കോഴികൾക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കുറച്ച് വിശേഷങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അയക്കുക കേട്ടോ. ഇഷ്ടമല്ലാന്നുണ്ടെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നമ്മുടെ വീഡിയോസ് കാണുന്നത് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതേപോലത്തെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം. അപ്പോൾ അതാക്കുന്ന ഇത് നമ്മുടെ കോഴികൾക്ക് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് വലിപ്പത്തിലാട്ടോ കട്ട് ചെയ്തത്. പിന്നെ ഏറ്റവും വിചാരിച്ച് കുറച്ച് ചെറുതാക്കായിരുന്നല്ലേ. പിന്നെ ഒന്നാമത് നേരമില്ലാത്തതുകൊണ്ടാട്ടോ. നമ്മൾ ഇതിനൊക്കെ സമയം കണ്ടെത്തിയിട്ട് വേണം നമ്മൾ കോഴികൾക്ക് തീറ്റയൊക്കെ ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഒന്നിനും നേരമല്ലാണ്ടായി പോട്ടോ. അപ്പോൾ ഇതാക്കുന്ന ഞാൻ പപ്പായ അതേപോലെ കുനുകുനാന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കണം. അങ്ങനത്തെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളെ കോഴികൾക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കുറച്ച് വിശേഷങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അയക്കുക കേട്ടോ. ഇഷ്ടമല്ലാന്നുണ്ടെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നമ്മുടെ വീഡിയോസ് കാണുന്നത് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതേപോലത്തെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം. അപ്പോൾ അതാക്കുന്ന ഇത് നമ്മുടെ കോഴികൾക്ക് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് വലിപ്പത്തിലാട്ടോ കട്ട് ചെയ്തത്. പിന്നെ ഏറ്റവും വിചാരിച്ച് കുറച്ച് ചെറുതാക്കായിരുന്നല്ലേ. പിന്നെ ഒന്നാമത് നേരമില്ലാത്തതുകൊണ്ടാട്ടോ. നമ്മൾ ഇതിനൊക്കെ സമയം കണ്ടെത്തിയിട്ട് വേണം നമ്മൾ തീറ്റയൊക്കെ ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഒന്നിനും നേരമല്ലാണ്ടായി പോട്ടോ. അപ്പോൾ ഇതാക്കുന്ന ഞാൻ പപ്പായ അതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് വലിപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കണം. ഇങ്ങനത്തെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളെ കോഴികൾക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഒന്നേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ അത്യാവശ്യം നല്ല വിശേഷങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നത് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതേപോലത്തെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. നമ്മുടെ കോഴികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വലിപ്പത്തിലാട്ടോ കട്ട് ചെയ്തത്. പിന്നെ ഏറ്റവും വിചാരിച്ച് കുറച്ച് ചെറുതാക്കായിരുന്നല്ലേ. പിന്നെ നമ്മൾ നേരമില്ലാത്തതുകൊണ്ടാട്ടോ. നമ്മൾ ഇതിലൊക്കെ സമയം കണ്ടെത്തിയിട്ട് വേണം നമ്മൾ കോഴികൾക്ക് ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഒന്നിനും നേരമില്ലാണ്ടായി പോട്ടോ. അപ്പൊ പപ്പായ അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് വലിപ്പമുണ്ട് കോഴികളൊക്കെ. അപ്പൊ നമുക്ക് ഇതിന് മിക്സിന്റെ ജാറിലേക്ക് അരച്ചെടുക്കാം. ഞാൻ പാത്രം എടുത്ത് പുറത്തിറങ്ങുമ്പോഴേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇതാക്കുന്നത് കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വിചാരിച്ച്. ഇന്ന് കുറച്ച് തിരക്കായിപ്പോ. ഇന്ന് ഒന്നാമത് നേരം വൈകിയാണ് എണീച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാം വൈകിയാട്ടോ. അപ്പൊ ഇതാക്കുന്ന തവിടാട്ടോ. നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. തവിട് നമുക്ക് കുറച്ച് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് അരയാഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചതാട്ടോ. കുറച്ചേ ഒഴിച്ചുള്ളൂ. പിന്നെ മഴയല്ലേ. പിന്നെ അതുമല്ല തവിടൊക്കെ നമ്മൾ ഇത് നനയ്ക്കുമ്പം അവർ പെട്ടെന്ന് കൈ ചേർക്കും. അതുകൊണ്ട് നമ്മൾ നനയ്ക്കേണ്ട. ഇതിൽ തന്നെ ഇതിന്റെ ഒരു നനവൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തവിടില് ഇപ്പൊ സെപ്പറേറ്റ് വെള്ളം ഒഴിച്ചിട്ട് നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടില്ലേ, നന്നായിട്ട് കണ്ടോ. ഇനി നമുക്ക് തവിട് ഇടാം. പുറത്തു പോയി തിന്നാനുള്ളൊരു സൗകര്യമല്ലല്ലോ എപ്പോഴും മഴ. അപ്പൊ ചെനക്ക് തിന്നാനൊന്നുള്ള ഒരു ഇതില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണോ കൊടുക്കുന്നത് നമ്മളെ തീറ്റയും പ്രതീക്ഷിച്ച് നിൽക്കുക കേട്ടോ അവര്. അപ്പൊ ഞാൻ കുറച്ചധികം നമ്മളെ തവിട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം ഒരുപാട് തീറ്റയായിട്ടുണ്ട് കേട്ടോ. ചേർക്കുന്നതാണ് കോഴിമുട്ടത്തോട് പൊടിച്ച് വെച്ചതാട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോഴികളൊക്കെ ഇപ്പൊ മുട്ടയിടുന്നത് വളരെ കുറവാണ്. എന്നാലും ഇപ്പൊ മുട്ടയൊക്കെ ഇട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
നന്നായിട്ട് കുഴച്ച് കൊടുക്കട്ടോ. ഇത് പപ്പായ ഇവിടെ നല്ലതുപോലെ കിട്ടാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ പപ്പായയുടെ ഇലയും പിന്നെ അതേപോലെ മുരിങ്ങയുടെ ഇലയും ഒക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനം കേട്ടോ ഇത്. തവിട് തന്നെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പപ്പായ ഉള്ളത് കൊണ്ടാട്ടോ ഇത്രയും തോനെ നമുക്ക് തീറ്റ കിട്ടിയത്. പിന്നെ തവിടും കൂടി വരുമ്പോ നല്ലതുപോലെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇനിയും തവിട് ഇട്ട് കൊടുക്കാം കേട്ടോ. അത്രയുണ്ട്. നല്ലപോലെ നനവും ഉണ്ട് കേട്ടോ. നമ്മുടെ വെള്ളത്തിന്റെയും പപ്പായയുടെ ഒക്കെ ഒരു നനവ് നന്നായിട്ടുണ്ട്. നമുക്കിനി കോഴിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിതാ ഡിഷിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മീൻകുളത്തിലെ വെള്ളം നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ. ഇത് സത്യം പറഞ്ഞ രാവിലെ കൊടുക്കാൻ മറന്നുപോയി. നമ്മുടെ മെത്തലിന്റെ തലയാട്ടോ. അപ്പൊ നന്നാക്കി വെച്ചാൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ. രാവിലെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. നമ്മുടെ വിശേഷങ്ങളും കൂടി ചേർത്തിട്ടാട്ടോ നമ്മുടെ കുറച്ച് ലെങ്ത് ആയത് വീഡിയോ. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ പുതുതായിട്ട് നമ്മളെ ചാനലിനെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.